ഒരു പന്തമ വെള്ളം വെച്ചാൽ ആ വെള്ളം അവിടെ ഉണ്ടാവുമോ? അള്ളാന്റെ ഭൂമി ഈ വെള്ളവും കൊണ്ട് കറഞ്ഞല്ലേ. നമ്മളിപ്പോ 1 മണിക്കൂറിലേറെ വേല പറയാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂർ കൊണ്ട് നമ്മുടെ ഭൂമി നമ്മളെയും കൊണ്ട് സഞ്ചരിച്ച് എത്ര കിലോമീറ്റർ ആണെന്നറിയോ? സൂര്യന് ചുറ്റും 1,08,000 കിലോമീറ്റർ ഞാനും നിങ്ങളും യാത്ര ചെയ്തപ്പോ 1 മണിക്കൂറിലെ നിങ്ങൾ എപ്പോഴും വന്നിട്ടുണ്ടാവും. 1 മണിക്കൂറിൽ നമ്മൾ അറിഞ്ഞ് 1,08,000 കിലോമീറ്റർ ഒരു ബുള്ളറ്റ് ട്രെയിന് പോയാൽ, ഒരു ഫ്ലൈറ്റ് അടുത്തുകൂടെ പോയാൽ മനുഷ്യൻ പാറിപ്പോവില്ലേ? പൊടിപൊടിയാവൂലേ? നമ്മളല്ല കൊടുങ്കാറ്റ് അനുഭവിച്ചോ? ഇവിടെ ഭൂമി പോകുന്ന സ്പീഡ്, ആ ഒരു സ്പീഡ് 1 മണിക്കൂറിൽ 1,08,000 കിലോമീറ്റർ സ്പീഡിൽ സൂര്യന് ചുറ്റും കറങ്ങി ഒരു കറക്കം പൂർത്തിയാകുമ്പോ അന്ന് 12 മണിക്ക് നമ്മൾ കുപ്പി പൊട്ടിക്കും അല്ലെ? ആലോചിച്ച് നോക്കി, നന്ദികേടിന്റെ പരമമായൊരു മൂർത്തി രൂപം നോക്കൂ. അന്ന് നമ്മൾ കള്ളുകുപ്പി, അന്ന് പെൺകുട്ടികൾക്ക് കന്യകാർത്ഥം അവർ നശിപ്പിക്കുന്നത്, വ്യഭിചരിക്കുന്നത്, ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഫസ്റ്റ് നൈറ്റ് എന്ന് ഡിസംബർ 31 എന്താ? ഈ ഭൂമി സൂര്യന് ചുറ്റും ഒരു കറക്കം പൂർത്തിയാക്കുന്ന വലിയൊരു പ്രതിഭാസം സോളാർ സിസ്റ്റത്തിൽ നടക്കുന്ന ദിവസം പടച്ചതമ്പുരാന്റെ ആ മഹാസൃഷ്ടിക്കുമേൽ തലകുനിഞ്ഞു നിന്ന് ഇബാദത്തിലോ ആരാധനയിലോ നിൽക്കേണ്ടതിന്റെ പകരം നമ്മുടെ ബീച്ചുകളും കുറ്റിക്കാടുകളും കള്ളുകുപ്പി കൊണ്ട് നിറയറ പിറ്റേന്ന് രാവിലെ അല്ലേ? പോലീസുകാർക്ക് പ്രശ്നമാണ്. പോലീസുകാർക്ക് 1 മാസം മുമ്പ് ട്രെയിനിങ് തുടങ്ങും. എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്? നമ്മുടെ കുട്ടികളെ റോഡിലൂടെ വെള്ളടിച്ച് വണ്ടി ഓടിക്കും, അപകടം വരുത്തും, അസമയത്ത് വരെ പലയിടത്തും കാണേണ്ടി വരും, ബുദ്ധിമുട്ടുണ്ടാക്കും. എന്തിന്? ഭൂമിയുടെ ഈ കറക്കം പൂർത്തിയായ ആഘോഷം, അതാ ന്യൂ ഇയർ എന്ന് പറയുന്നത്. ആലോചിക്കുന്നുണ്ടോ എന്താ നമ്മൾ ഈ കളിച്ചു കൂട്ടുന്നത്? ഇവിടുന്ന് പോണ്ടേ? മണ്ണിന്റെ ഉള്ളിലേക്ക് പോയി കിടക്കാനുള്ളവരാ. ഹബീബിന്റെ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുമെന്നൊരു പ്രതീക്ഷയെങ്കിലും മുഅ്മിനീങ്ങൾക്ക് വേണം. അതിനെ കുർത്തക്കേട് നിർത്തിയാലേ നടക്കുള്ളൂ. നമ്മുടെ ന്യൂ ഇയറുകളും നമ്മുടെ കല്യാണവും തക്കാരൊക്കെ ഈ തരത്തിൽ അള്ളാഹു നിഅമത്ത് തന്നതിന്റെ പേരിൽ ആഭാസമാക്കാൻ തുടങ്ങിയാൽ അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. സ്വല്ലു അല നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه